ഹായ് എവറി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജന്നാസ് വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് വാഗമൺ ഡേയ്സിലെ സെക്കൻഡ് ഡേയാണ്. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ പോയോണ്ടിരിക്കുകയാണത്. അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് നല്ലൊരു ചൂടും കാര്യങ്ങളൊക്കെ കിട്ടി. അവിടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അടിപൊളി തണുപ്പും. പിന്നെ നമ്മൾ പോയ ടൈമിലാണെന്നുണ്ടെങ്കിൽ നല്ല മഴ. അവിടെ നിന്നാണ്ട് 5 ഡേയ്സിന് നല്ല മഴയും കാര്യങ്ങളും അലേർട്ട്സ് വരുന്നു. പല സ്ഥലങ്ങളിലും ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വരുന്നത് അഡൽട്ട്സിന് ചിൽഡ്രൻസിനാണ് 5 റുപ്പീസ്, നമുക്ക് വരുന്നത് 10 റുപ്പീസാണ്. നമ്മൾ 4 പേര് 40 രൂപ കൊടുത്തു. പിന്നെ ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കുറേ എനിമൽസിൻ്റെ ഫുട് പ്രിൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിമൽസ് ഉണ്ടോ എന്നുള്ളതും എനിക്കറിഞ്ഞൂടെ, എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഫസ്റ്റ് ഒരു പേടി തോന്നി. പിന്നെ അങ്ങോട്ട് ആരോ എന്നാലും ഞാൻ നേരിടും എന്നിട്ട് പോയി. കാരണം അത്ര അധികം ചില്ലുംപുളി വൈബായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമായി സംഭവം. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഞാൻ കുറേ റീൽസ് എടുത്ത്, ഞാൻ ഈ കണ്ണതിൻ്റെ ക്യാമറമാനോട് വയോ അതിൻ്റെ പിന്നാലെ വയോ എന്നറിയണം ഈ കണ്ണ്. അങ്ങനെ ഞാൻ അത്ര അധികം നന്നായിട്ട് ഈ മഴ കൊണ്ട് ആസ്വദിച്ച് ഒക്കെ എനിക്ക് നല്ല ജലദോഷമൊക്കെ വന്നാലും അടിപൊളി. നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് നോക്കിയിട്ട് പിന്നെ ഇനി എന്ത് വരും എന്ന് ആലോചിച്ചിട്ട് നമ്മളെന്താ പറയുക, ഒന്നും ചെയ്യാതിരുന്നൊരു കാര്യമില്ലല്ലോ. പിന്നെ അവിടെ നിന്നുള്ളതൊക്കെ ഞാൻ അത്ര അടിപൊളിയായിട്ട് ആഘോഷിച്ച്. കാരണം അവിടെ വന്ന മിക്ക ആൾക്കാരും റീൽസ് എടുക്കുക, ഫാമിലി ആയിട്ട് വരിക, എല്ലാവരും റെയിൻ കോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട്. കാരണം അത്ര മഴയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു യൂണിഫോമിറ്റി ഒക്കെ തോന്നി നമുക്കവിടെ. എല്ലാവരും നമ്മളെ സെയിം കളറിലുള്ള യൂണിഫോമും അല്ല സെയിം കളറിലുള്ള റെയിൻ കോട്ട്സും കാര്യങ്ങളും ഇട്ട ആൾക്കാരുണ്ടായിരുന്നു. ഓരോ ഫാമിലി സെയിം കളേഴ്സ് ആക്കിയിട്ട് കളർ കോഡ് പോലെ കുറേ പേര് റെയിൻ കോട്ട്സ് ഇട്ട് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് തന്നെയായിരുന്നു ഇവിടെ. ഭയങ്കര ഒരു വല്ലാത്തൊരു വൈബ് തന്നെ സത്യം. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും നല്ല മഞ്ഞും കാര്യങ്ങളും, അതിൻ്റെ ഇടയിൽ മഴയും. ഇത് ഇറങ്ങാൻ, ഈ സ്ലോപ്പ് ഇറങ്ങാൻ ഭയങ്കര സുഖമാണല്ലോ. ഇത് കയറുക എന്നുള്ളത് അത്യാവശ്യം ടാസ്ക് ആയിരുന്നു. കാരണം ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉള്ളത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പിന്നെ അവിടെയുള്ള റീൽസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. എല്ലാവരും നമ്മളായിട്ട് അത്രയ്ക്ക് കമ്പനി ആയിരുന്നു. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും കാണുമ്പോൾ ഹായ് ബൈ എന്നുള്ളൊരു ലെവലിലാണ് നടന്നിരുന്നു. നമ്മളിനി അവിടെ നിന്നൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കയറാനുള്ളൊരു പ്ലാനാണ് ഈ കാണുന്നത്. അപ്പോൾ ഉമ്മ ഇങ്ങനെ കയറാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനിയനെ അവിടെ നിന്നിട്ട് കുറേ പട്ടിഷവും കാര്യങ്ങളൊക്കെ ഓൻ്റേതായ ലെവലിൽ ഓൻ കളിക്കുന്നുണ്ട് കുറേ. ബട്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അത് വാഗമൺ തന്നെ. അപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് സ്ഥലം വാഗമണ്ണാണ്. കാരണം നമ്മൾ പോയപ്പോൾ അത്ര നല്ല ക്ലൈമറ്റാണ് കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.